ഹായ് മക്കളെ, ഫൈസൽ സാറാണ്. നമ്മുടെ ക്രിസ്മസ് എക്സാമിനേഷൻ്റെ ഡേറ്റ് ഇത് അടുത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ ക്രിസ്മസ് എക്സാമിനേഷനെ കുറിച്ച് മക്കൾ ആലോചിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന കാര്യം അതിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് സാർ ഞങ്ങൾ ആദ്യമായിട്ട് പഠിക്കേണ്ടത്? ആദ്യത്തെ ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുമോ? ആ ഭാഗങ്ങളാണോ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്? അതോ ഇനി ക്രിസ്മസ് എക്സാമിനേഷന് വേണ്ടി ഏതൊക്കെ ചാപ്റ്റേഴ്സുകളാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് പഠിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മക്കൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിനെല്ലാമുള്ള സൊല്യൂഷനാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. മക്കളെ, പ്രധാനമായിട്ടും നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ട കാര്യം ഓണം എക്സാമിനേഷൻ്റെ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളത് തന്നെയാണ് സത്യം. പക്ഷേ ഒരുപാട് മാർക്കുള്ള ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല. മാക്സിമം പോയാൽ ഒരു 5-6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രമേ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുന്നു ഓണം എക്സാമിനേഷൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം തന്നെ ക്രിസ്മസ് എക്സാമിനേഷൻ്റെ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വരുന്നു. അതേതാണ് ഈ ക്രിസ്മസ് എക്സാമിനേഷൻ്റെ ഭാഗം? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ 1, 2, 3, 4 ചാപ്റ്റേഴ്സുകൾ നമുക്ക് ഓണം എക്സാമിന് കംപ്ലീറ്റ് ചെയ്തതാണ്. അവിടുന്ന് അങ്ങോട്ട് വരുന്ന 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന് പറയുന്ന ചാപ്റ്റർ, അതുപോലെ 6ാമത്തായിട്ടുള്ള വിഭവ വിനിയോഗവും സുസ്ഥിരതയും, അതുപോലെ 7ാമത്തായിട്ടുള്ള മാധ്യമങ്ങളും സാമൂഹിക പ്രതിഫലനങ്ങളും, 8ാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവും കേരളവും എന്ന് പറയുന്ന ഭാഗവും, ജനാധിപത്യം അർത്ഥവും വ്യാപ്തിയും എന്ന് പറയുന്ന 9ാമത്തെ ചാപ്റ്ററും, ഏറ്റവും അവസാനമായിട്ട് ലോക ഭൂപടത്തിലെ യൂറോപ്പ് എന്ന് പറയുന്ന ഭാഗം. അങ്ങനെ 6 ചാപ്റ്റേഴ്സ് അഥവാ കൃത്യമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 5, 6, 7, 8, 9, 10 അങ്ങനെയുള്ള 6 ചാപ്റ്റേഴ്സ് നമ്മുടെ ക്രിസ്മസ് എക്സാമിനേഷൻ ഉണ്ടായിരുന്നു. അവിടെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. അത് ഏറ്റവും അവസാനത്തെ 10ാമത്തെ ചാപ്റ്ററുടെ ആദ്യ ഭാഗങ്ങൾ മക്കൾ പഠിച്ചാൽ മതിയാവും. കാരണം അവിടെ കംപ്ലീറ്റ് ആയിട്ട് വരാൻ സാധ്യത കമ്പാരിറ്റീവ്ലി കുറവാണ്. കാരണം അത് ഡിസംബറിൻ്റെ ഏറ്റവും അവസാനത്തിൽ കംപ്ലീറ്റ് ചെയ്യേണ്ട പോർഷനാണ്. അതുകൊണ്ട് എന്തില്ല, അവിടേക്ക് വല്ലാതെ ഫോക്കസ് ചെയ്യേണ്ട. പക്ഷേ മക്കൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് 5ാമത്തെയും 6ാമത്തെയും 7ാമത്തെയും 8ാമത്തെയും 9ാമത്തെയും ചാപ്റ്റർ നന്നാക്കി വൃത്തിയിൽ പഠിച്ചു വെച്ചോ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് 40-ൽ 40 എന്ന് പറയുന്ന സ്കോർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഓണം എക്സാമിനേഷൻ നല്ല മാർക്ക് വാങ്ങിയിട്ടുണ്ടായിരിക്കാം. പുതിയ സ്കൂളിലേക്ക് എത്തിയ സമയത്ത് നമ്മൾ ബാക്കിയുള്ളവരുടെ ഒക്കെ മുമ്പിൽ ഷോക്ക് കാണിച്ചിട്ടുണ്ടായിരിക്കും. ആ ഒരു സ്കോറിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. സോ അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക മക്കളെ. ഇനിയും പഠിച്ചു തുടങ്ങാത്ത ആളുകളാണെങ്കിൽ അവരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, മക്കളെ യോദ്ധ ബാച്ചിലേക്ക് ഇനിയും നിങ്ങൾ ജോയിൻ ചെയ്യാൻ വൈകിക്കൂടാ. നമ്മുടെ സൈലത്തിൻ്റെ മെഗാ അഡ്മിഷൻ ഓഫറൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 30% ഓഫർ ഇപ്പോൾ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അതിനെയും കൂടെ കൃത്യമായിട്ട് യൂസ് ചെയ്തുകൊണ്ട് അഡ്മിഷൻ എടുക്കാത്ത ആളുകൾ ഇപ്പോൾ തന്നെ എടുത്തുകൊണ്ട് എന്ത് ചെയ്യാം, അഡ്മിഷൻ എടുക്കുക, അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. നമ്മുടെ ക്രിസ്മസ് എക്സാമിനേഷൻ ഓണം എക്സാമിനേഷൻ്റെ അതുപോലെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് എഴുതണം. അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ എക്സാമിനേഷൻ വരുന്നുണ്ട്. അതിലേക്കുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, സെറ്റാക്കിയിട്ട് മാറ്റണം. മക്കൾ അടിപൊളിയായിട്ട് പഠിക്കുക. സോ നമുക്ക് അവിടെ ബാച്ചിൽ കാണാം.